ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാധവത്തിലെത്തിയ വീണ മഹേഷ് ഏട്ടനെയും രാധേച്ചിയെയും കണ്ട കാര്യങ്ങളെല്ലാം അമ്മയോട് പറയുകയാണ്. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കനിയും അപ്പുറത്ത് മാറിയിരിപ്പുണ്ട്. എന്താ കാര്യമെന്ന് അമ്മ ചോദിക്കെ കാര്യമൊക്കെ പഴയതു തന്നെ. ഇപ്പൊ പുതിയ സാഹചര്യവുമായി കണക്ട് ചെയ്ത് ആ കാര്യം പറഞ്ഞു. രജിച്ചേട്ടന്റെയും സുജിയുടെയും എൻഗേജ്മെന്റിന് കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കാൻ ആലോചിച്ചത് രാധേച്ചിയും മഹേഷ് ഏട്ടനും അറിഞ്ഞിട്ടുണ്ട്. അവർക്കിതൊന്നും ഇഷ്ടമാവുന്നില്ലെന്നും ഈ വിധത്തിൽ കൃഷ്ണചന്ദ്രൻ സാറിനെ കാരണവരെ പോലെ ഇവിടെ നിർത്താൻ നോക്കുന്ന വല്യമ്മയുടെ പരിപാടി നടക്കാൻ പോകുന്നില്ലെന്നുമാ അവര് പറയുന്നത്. വല്യമ്മ സാറിനെ എല്ലാ കാര്യത്തിലും സഹകരിപ്പിക്കാൻ നോക്കുന്നത് സാറുമായി ബന്ധം സ്ഥാപിക്കാനെന്നാ അവര് പറയുന്നത് എന്നൊക്കെ വീണ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്ന കനിയും അങ്ങോട്ട് എഴുന്നേറ്റ് വന്ന് അതെല്ലാം നീ കേട്ട് നിന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞു. നമ്മുടെ വീട് പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞ് ശാന്തമായതാണെന്നും ഇപ്പൊ വീണ്ടും അനാവശ്യ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയാണെന്നുമാ അവര് പറയുന്നത് എന്ന് വീണയും പറയുകയാ. അസ്വസ്ഥതയുണ്ടാക്കുന്നത് അവരല്ലേ, ഇവരെന്തിനാ കൃഷ്ണചന്ദ്രൻ സാറിനെ ഇങ്ങനെ എതിർക്കുന്നതെന്ന് കനി ചോദിക്കേ. അത് സാറിനെ കൊണ്ട് അമ്മയെ കല്യാണം കഴിപ്പിക്കാൻ വല്യമ്മയൊക്കെ ഒപ്പം നിൽക്കുന്നു എന്നതാ അവരുടെ പ്രശ്നമെന്ന് വീണയും. അതിനവർക്ക് എന്തായെന്ന് ദേഷ്യത്തോടെ കനി ചോദിക്കെ. അവർക്ക് നാട്ടിലെ തല ഉയർത്തി നടക്കാൻ പറ്റില്ലെന്ന് എന്ന് വീണ പറയേ. മഹേഷ് ഏട്ടനൊക്കെ ഇങ്ങനെ തന്നെ പറയണം, കൊള്ളാം, കാര്യം നല്ല കോമഡി ആയിട്ടുണ്ട്. അവർക്കിപ്പോഴും ഓരോരുത്തരെയും ഓരോ ഇൻഡിവിജ്വലായി കാണാനുള്ള പ്രാപ്തിയോ അതവരുടെ റൈറ്റ്സ് ആണെന്നുള്ള ബോധ്യമൊന്നും ഇല്ല. എന്റെ അമ്മ ഇങ്ങനെ ചെയ്യരുത്, മകൻ ഇങ്ങനെ ചെയ്യരുത്, ഭാര്യ അങ്ങനെ ചെയ്യരുത്, ഇതൊക്കെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അവർക്ക് ഒരു കാലത്തും അങ്ങനെ ഒരു ബോധ്യമൊന്നും ഉണ്ടാവില്ല എന്ന് കനിയും പറയുകയാ. ഇവിടെ രണ്ടാളും കൂടി സംസാരിക്കാൻ വന്നപ്പോ അമ്മ പറഞ്ഞതാ അവരുടെയും ജീവിതത്തിൽ വെറുതെ ട്രാഫിക് പോലീസ് കളിക്കാൻ വരരുതെന്ന്. അത് കേൾക്കെ കനിയും അത് തലയിൽ കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇതുപോലെ നിന്നെ വെച്ച് ക്ലാസ് എടുക്കില്ലായിരുന്നു. എന്തായാലും രണ്ടിനെയും ഞാനൊന്ന് വിളിച്ചു നോക്കാം, എന്നിട്ട് ഞാനൊരു ക്ലാസ് എടുക്കാം എന്ന് പറയേ. കനി അത് വിടുമോളെ, ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് കേൾക്കുന്നത് തന്നെ എനിക്ക് മടുപ്പായെന്ന് ചെറിയമ്മയോ. അല്ല ചെറിയമ്മ, ഞാനൊന്ന് പറഞ്ഞു നോക്കാം, ചിലപ്പോ എന്റെ വാക്കിലാണ് നേരെയാവുന്നതെങ്കിലോ എന്ന് കനി ചോദിക്കേ. നടന്നത് തന്നെ എന്ന് ചെറിയമ്മയോ. ഞാൻ എന്തായാലും വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് കനി മഹേഷിന്റെ മൊബൈലിലേക്ക് വിളിക്കുക. അവൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ മഹേഷ് ഏട്ടാ, ഞാനേ കോളിൽ രാധേച്ചിയും കൂടി ആഡ് ചെയ്യുക എന്നവൾ പറയുന്നത് കേൾക്കെ. അതെന്തിനാ എന്നമ്പരപ്പോടെ മഹേഷ് പറയാമെന്ന് പറഞ്ഞ് അവൾ രാധയെ വിളിക്കുകയാ. രാധ കോൾ എടുക്കുമ്പോഴേക്കും രാധേച്ചി ദേ കോളിൽ മഹേഷ് ഏട്ടനുമുണ്ട് എന്ന് കനി പറയേ. എന്താ കാര്യമെന്ന് രാധയും. കനി മൊബൈലിൽ ലൗഡിലിട്ടുണ്ട്. വീണയോട് രാധേച്ചിയും മഹേഷ് ഏട്ടനും ചെറിയമ്മയുടെ പേഴ്സണൽ മാറ്റേഴ്സ് സംസാരിച്ചു എന്ന് കേട്ടു എന്ന് കനി ചോദിക്കെ. അതെ സംസാരിച്ചു, അതിനെന്താ പ്രശ്നമെന്ന് മഹേഷും. അങ്ങനെ ആരുടെ പേഴ്സണൽ മാറ്റേഴ്സിലും അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് കമന്റ് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല മഹേഷ് ഏട്ട എന്ന് കനി പറയ. ദേഷ്യത്തോടെ മഹേഷും. എനിക്ക് എന്റെ അമ്മയെ ബാധിക്കുന്ന കാര്യത്തിൽ ഇടപെട്ടൂടെ, അത് കൊള്ളാലോ എന്ന് മഹേഷും. അത് കേൾക്കെ കനിയും അത് ശരിയല്ലെന്നാ പറഞ്ഞത്. ചെറിയമ്മ ഒരു ഇൻഡിവിജ്വലാണ്, ചെറിയമ്മയ്ക്ക് ചെറിയമ്മയുടേതായ റൈറ്റ്സ് ഉണ്ടെന്ന് പറയേ. കുടുംബത്തിന് മാനക്കേടുണ്ടാവുന്ന ഒരു കാര്യമാവുമ്പോ ഞങ്ങൾ ഇടപെടും എന്ന് ദേഷ്യത്തോടെ രാധയും. അതെങ്ങനെ മാനക്കേടുണ്ടാവുന്നതെന്ന് കനി വീണ്ടും ചോദിക്കും. അതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞ് നാട്ടുകാരെ മൊത്തം ചിരിക്കുമെന്ന് മഹേഷും. നാട്ടുകാരുടെ ശരിയാണോ ചെറിയമ്മയുടെ ശരിയാണോ പ്രധാനമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേ. ബസ്സിലാണെങ്കിൽ ഒരാളുടെ വ്യക്തിപരമായ സന്തോഷത്തിൽ മറ്റാരും ഇടപെടില്ല എന്ന് കനി പറയുന്നത് കേൾക്കെ. ഇത് അമേരിക്കയൊന്നും അല്ലല്ലോ, ഇന്ത്യയല്ലേ എന്ന് രാധയും. ഇപ്പോ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ മാറുകയാണ്. അമേരിക്കയിൽ എത്ര വൈകിയുള്ള വിവാഹവും പുനർവിവാഹവും വളരെ സാധാരണമാണ്. കൂടുതൽ ഫാമിലി തന്നെ ആ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ആരും അതെ അവകാശത്തോടെ ചോദ്യം ചെയ്യില്ല. അവിടെ ആരെങ്കിലും ജീവിതത്തിൽ വീണ്ടും സന്തോഷം കണ്ടെത്താനുള്ള വഴി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലേ എല്ലാരും അഭിനന്ദിക്കുക ചെയ്യുന്നേ, അല്ലാതെ കുറ്റം പറയുകയൊന്നുമില്ലെന്ന് കനി പറയേ. മഹേഷും ഹലോ കനി, അവിടുത്തെ സംഭവം അത് അങ്ങനെയാണ്, പിന്നെ അതേക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുക. നമ്മൾ തന്നെയല്ലേ മഹേഷ് ഏട്ടാ സമൂഹം, നമ്മൾ മാറാത്തിടത്തോളം അവരിങ്ങനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അമേരിക്കയിലെ 50ഉം 60ഉം കഴിഞ്ഞവരുടെ വിവാഹം പോലും വളരെ സാധാരണമാണ്. അതിനുശേഷം അവർ സന്തോഷത്തോടെ പുതിയ ജീവിതവും തുടങ്ങും. സമൂഹം അവരെ ബഹുമാനത്തോടെ സ്വീകരിക്കുമെന്ന് കനി പറയുന്നത് കേൾക്കെ. മഹേഷും ദേഷ്യത്തോടെ അതെ, നീ 10 ദിവസം അമേരിക്കയിൽ പോയി നിന്നിട്ട് ഇവിടെ വന്ന് ഞങ്ങൾക്ക് പരിഷ്കാരത്തിന്റെ ക്ലാസ് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ ഇമ്മാതിരി അഭിപ്രായവും പരിഷ്കാരവുമേ നീ നിന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യത്തിൽ നോക്കിയാ മതി, കേട്ടല്ലോ എന്ന് മഹേഷ് പറയുന്നത് കേൾക്കെ കനിയും ആകെ വല്ലാതാവുകയാ. ഞങ്ങളുടെ അമ്മയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് മഹേഷ് കോൾ കട്ട് ചെയ്യുകയാ. കനിയും ആകെ ടെൻഷനോടെ നിൽക്കുന്നത് കാണെ ചെറിയമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന് പോട്ടടി, വിവരക്കേടായി കൂട്ടിയാ മതി, ഒന്നും ഉള്ളിലേക്ക് എടുക്കണ്ട, പോത്തിനെന്ത് ഏത്തവാഴ, അത് വിടുമോളെ. ഇതിപ്പോ അവൻ ഉത്തരം മുട്ടിക്കാനായി പറഞ്ഞതാ. കാരണം മോള് പറഞ്ഞതിനൊന്നും അവർക്ക് ഉത്തരമില്ലായിരുന്നു. ഇനി ഇതാലോചിച്ചിരിക്കേണ്ട കനിക്കുട്ടി, വാ കിടക്കാം, ഒരുപാട് വൈകിയെന്ന് പറഞ്ഞ് ചെറിയമ്മ ഇവിടുന്ന് പോവുകയാ. വീണയും കനി വായെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാ. പിറ്റേ ദിവസം കൃഷ്ണചന്ദ്രൻ സാറിന്റെ വീട്ടിലെത്തുന്ന ശിവരാമേട്ടനെയാണ് കാണിക്കുന്നത്.
അടഞ്ഞു കിടക്കുന്ന ആ വീടിന്റെ സിറ്റൗട്ടിലേക്ക് കയറി ശിവരാമൻ ചേട്ടൻ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രതികരണവുമില്ലായിരുന്നു. സാറേ, കൃഷ്ണചന്ദ്രൻ സാറേ എന്നൊക്കെ ശിവരാമേട്ടൻ വിളിക്കുന്നുണ്ടെങ്കിലും ഒരു മറുപടിയും ഇല്ലാഞ്ഞ് ശിവരാമൻ ചേട്ടൻ മുറ്റത്തേക്ക് ഇറങ്ങി പിന്നാമ്പുറത്തേക്ക് ചെന്ന് അടുക്കളവാതിലിൽ മുട്ടി സാറേ സാറേ എന്ന് വീണ്ടും വിളിക്കുക. എന്നിട്ടും ആളനൊക്കെ ഒന്നുമില്ലെന്ന് മനസ്സിലായ ശിവരാമൻ ചേട്ടൻ വീണ്ടും മുൻവശത്തേക്ക് വന്ന് സരസ്വതിയെ വിളിക്കുകയാ. സരസു കോളെടുക്കുമ്പോഴേക്കും കൊച്ചെ, ഞാൻ ഇന്ന് രാവിലെ കൃഷ്ണചന്ദ്രൻ സാറിനെ കാണാനായിട്ട് ഇറങ്ങിയതാ എന്ന് പറയേ. എന്നിട്ട് ഏട്ടൻ എവിടെ എത്തിയെന്ന് ടീച്ചറമ്മയും. ഇതിപ്പോ നീ തന്ന വിലാസത്തിൽ തന്നെ എത്തിയെന്ന് ശിവരാമേട്ടൻ പറയേ. ആ, കായംകുളത്ത് എത്തിയോ എന്ന് സരസവും. അപ്പോഴേക്കും വീണയും അമ്മയുടെ അരികിലേക്ക് എത്തുകയാ. എത്തിയെന്നേ, പക്ഷേ ഇവിടെ വീട് അടഞ്ഞു കിടക്കുക. ഞാൻ കുറെ വിളിച്ചു നോക്കി, ഒരു പ്രതികരണവും ഇല്ലെന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേൾക്കെ. ആണോ? അയ്യോ, എന്തു പറ്റിയോ എന്തോ. അടുത്തൊന്നും ചോദിക്കാൻ അവിടെ ആരെയും കണ്ടില്ല ഏട്ടാ എന്ന് സരസു ചോദിക്കേ. ശിവരാമേട്ടൻ ചുറ്റുപാടും നോക്കിക്കൊണ്ട് ഇവിടെങ്ങോ ആരെയും കാണുന്നില്ലെന്നേ എന്ന് പറയുക. ഞാൻ എന്നാ ഒന്ന് സാറിനെ വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഏട്ടനെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് സരസു കോൾ കട്ട് ചെയ്യുകയാ. അപ്പോഴേക്കും അതിലെ തൂമ്പയുമായി ഒരു നാട്ടുകാരൻ പോകുന്നത് കാണാൻ ശിവരാമേട്ടൻ അയാളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാ. അവിടെ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കാൻ തുടങ്ങുന്ന ടീച്ചറമ്മയുടെ അരികിലേക്ക് കനിയും എത്തുകയാ. ആ സമയത്ത് കാലിൽ പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് ഹോസ്പിറ്റൽ ബെഡിൽ മയക്കത്തിലായിരുന്നു കൃഷ്ണചന്ദ്രൻ സാർ. മൊബൈൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അദ്ദേഹം കണ്ണു തുറക്കുമ്പോഴേക്കും ബൈസ്റ്റാൻഡറായി കൂടെ ഉണ്ടായിരുന്ന ട്യൂഷൻ സ്റ്റുഡന്റ് എടുക്കുമ്പോഴേക്കും ആരാ എന്ന് കൃഷ്ണചന്ദ്രൻ സാറും ചോദിക്കുക. ഒരു സരസ്വതി. അവൻ പറയുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാർ ആ മൊബൈൽ വാങ്ങിക്കുകയാണ്. സാറേ, ഞാൻ ചായ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാ. സാറും കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ സരസ്വതി എന്ന് വിളിക്കേ. സാർ എവിടെയാ? ഇടയ്ക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു എന്ന് സരസ്വതിയും. ഞാൻ വീട്ടിലുണ്ട് സരസ്വതി എന്ന് കൃഷ്ണചന്ദ്രൻ സാർ പറയുന്നത് കേൾക്കേ. സാറ് വീട്ടിലുണ്ടോ? ശിവരാമേട്ടൻ എത്ര നേരമായി പുറത്തു നിന്ന് വിളിക്കുന്നു. സാറൊന്ന് പുറത്തേക്ക് ചെല്ലോ. വിളിച്ചിട്ട് പ്രതികരണമൊന്നുമില്ലെന്ന് പറഞ്ഞ് ശിവരാമേട്ടൻ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു എന്ന് സരസ്വതി പറയേ. സോറി സരസ്വതി, ഞാനിപ്പോ വീട്ടിലല്ലെന്ന് സാറ് പറയുന്നത് കേൾക്കേ. അപ്പോ സാറിപ്പോ എവിടെയാ എന്ന് ടീച്ചറമ്മയും അമ്പരപ്പോടെ ചോദിക്കുക. ഞാനിവിടെ ഹോസ്പിറ്റലിലാണെന്ന് സാറ് പറയേ. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി സാർ എന്ന് പരിഭ്രമത്തോടെ സരസ്വതി. കുളിമുറിയിൽ ഒന്ന് സ്ലിപ്പായി, കാലിൽ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട് എന്ന് സാറ് പറയേ. അയ്യോ ഈശ്വര സാർ, എന്നിട്ടാണോ സാർ വീട്ടിലുണ്ടെന്ന് നുണ പറഞ്ഞത് എന്ന് സരസ്വതി ചോദിക്കുക. അത് അറിഞ്ഞാല് നിങ്ങൾക്ക് വിഷമമാവും, പിന്നെ രോഗിയെ കാണണമെന്ന് തോന്നിയാല് അത് പാടാവുമെന്ന് കൃഷ്ണചന്ദ്രൻ സാർ പറയേ. സാറ് വിദഗ്ധമായി കള്ളം പറയാൻ പഠിച്ചു അല്ലേ സാർ എന്ന് സരസ്വതിയും. ആർക്കും ദോഷമില്ലാത്ത കള്ളമാണെങ്കിൽ ആവാമെന്ന പ്രമാണമെന്ന് സാറും. അല്ല, സാറിന്റെ ഒപ്പം ഇപ്പോ ആരാ ഉള്ളേന്ന് സരസ്വ ചോദിക്കേ. നമ്മുടെ തന്നെ ഒരു സ്റ്റുഡന്റാ എന്ന് പറയുന്നത് കേൾക്കെ. കുറച്ചു മുന്നേ സാറിന് ലോ BP ആയപ്പോഴേ സാർ എന്താ എന്നോട് പറഞ്ഞത്? സരസ്വതി പരിഭവത്തോടെ ചോദിക്കേ. സാറും ഒരു ചിരിയോടെ വയ്യാതായ അറിയിക്കാമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ശരിയാ, പിന്നെ നിങ്ങളെ ഒന്നും അറിയിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചെന്ന് സാറും. വയ്യാതായ എന്നെ അറിയിക്കാൻ ഒരു സ്റ്റുഡന്റിനെ ചട്ടം കെട്ടുന്നുണ്ടെന്ന് വരെ സാർ പറഞ്ഞതാ എന്ന് സരസ്വതി വീണ്ടും പറയേ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും തിരക്കുകളും ഇല്ലേ സരസ്വതി? അതിനിടയ്ക്ക് ഇതൊക്കെ അറിയുമ്പോൾ പാടാവുമെന്ന് സാറും. അതൊന്നും സാർ അറിയണ്ട, ഞങ്ങൾ അതൊക്കെ മാനേജ് ചെയ്തോളാം. സാർ, ഞാനേ ശിവരാമേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ഏട്ടൻ സാറിന്റെ വീടിന്റെ വെളിയിൽ നിൽക്കുക എന്ന് സരസ്വതി പറയേ. ഷോ, ആകെ പാടായല്ലോ. ഏട്ടൻ വീട്ടിലേക്ക് വെറുതെ വന്നതാണോന്ന് സാറ് ചോദിക്കുക. കുറെ നാളായി പറയുന്നു സാറിനെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കണമെന്ന് എന്ന് സരസ്വതി പറയേ. ആണല്ലേ, എന്നാ പിന്നെ ഏട്ടനോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുന്ന സാറ് പറയേ. ഞാനിപ്പോ പറയാം സാർ എന്ന് സരസ്വതിയും. ശരി സരസു, ഓക്കെ എന്ന് പറഞ്ഞ് സാറും കോൾ വെക്കുകയാ. സരസ്വതിയും കോൾ വെച്ച് കഴിയുമ്പോഴേക്കും സാറ് ഹോസ്പിറ്റലിലാ എന്ന് കനി ചോദിക്കുക. അതേന്നെ, കുളിമുറിയിൽ തെന്നി വീണ് കാലൊടിഞ്ഞു എന്ന്. ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക. ഞാനേ ഏട്ടനെ ഒന്ന് വിളിച്ച് പറയട്ടെ. ഏട്ടൻ സാറിന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുവാണെന്ന് പറഞ്ഞ ടീച്ചറമ്മ ഏട്ടനെ വിളിക്കാനായി പോവുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിൽ കൃഷ്ണചന്ദ്രൻ സാറിനെ കാണാനെത്തിയ ശിവരാമേട്ടനെയാണ് കാണിക്കുന്നത്. തന്റെ ബെഡിനരികിൽ കസേരയിൽ ഇരിക്കുന്ന ശിവരാമേട്ടനോട് സാറ് പറയുന്നുണ്ട്, എനിക്ക് ഇവരുടെ ക്ലാസ് മുടങ്ങിയതിലാ സങ്കടം. കുട്ടികള് നമ്മളെ വിശ്വസിച്ചല്ലേ വരുന്നത് എന്ന് അരികെ നിൽക്കുന്ന തന്റെ സ്റ്റുഡന്റിനെ നോക്കിക്കൊണ്ട് സാറ് പറയേ. ഇതിപ്പോ നമ്മുടെ കുറ്റമല്ലല്ലോ സാർ, സാർ വേറൊന്നും ചിന്തിക്കണ്ട. ചിന്തിച്ചിട്ടൊട്ട് കാര്യവുമില്ലെന്ന് ശിവരാമേട്ടനും. ചിന്തിച്ചിട്ട് ഒരു കുന്തവും ഇല്ലെന്നല്ലേ എന്ന് ചോദിച്ച് സാർ പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും ശിവരാമേട്ടനും കൂടെ ചിരിക്കുക. അപ്പോഴേക്കും സരസ്വതിയും കനികയും അങ്ങോട്ടെത്തുകയാ. അന്നേരം തന്നെ ഇറങ്ങിയോ രണ്ടാളും എന്ന് സാറ് ചോദിക്കുക. പിന്നെ ഇറങ്ങണ്ടേ സാറേ എന്ന് കനിയും ചോദിക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ തിരക്കിലല്ലേ. എല്ലാം ഇട്ടിട്ട് ഇറങ്ങിപ്പോരുന്നത് ബുദ്ധിമുട്ടാണെന്ന് സാറ് സൂചിപ്പിക്കേ. സാറ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. എന്തായാലും ഇങ്ങനെ വീണ് കിടന്നിട്ട് സാറൊന്നും പറയാതിരുന്നത് കഷ്ടമായി പോയി എന്ന് സരസ്വതിയും പറയുകയാ. സരസ്വതിക്ക് ഇപ്പോ പഴയതുപോലെ അല്ലല്ലോ, കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയില്ലേ എന്ന് സാറും. അതിനെന്താ സാർ, ഇപ്പോ ഞാനാണ് വീണ് കാലൊടിഞ്ഞതെങ്കിൽ എനിക്ക് പോവാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ എല്ലാവരുടെയും തിരക്കെന്ന് സരസ്വതിയും. ശിവരാമേട്ടനും അത് ശരിവെക്കുകയാ. സാറ് പറയാത്തത് പോട്ടെ,
അങ്ങോട്ട് വിളിച്ച് എവിടെയാന്ന് ചോദിച്ചപ്പോ വീട്ടിലാണെന്ന് ഗംഭീരമായി നുണയും പറഞ്ഞു. ഇപ്പൊ ശിവരാമേട്ടൻ സാറിന്റെ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ആ നുണ ഞങ്ങളും വിശ്വസിച്ചേനെ എന്ന് സരസ്വതി പറയേ. സാറും ചിരിക്കുക. ഡോക്ടർ എന്തു പറഞ്ഞെന്ന് കനിക ചോദിക്കെ. കാല് നിലത്ത് വെച്ച് ഭാരം കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഈ വാക്കർ. പ്ലാസ്റ്റർ എടുക്കാൻ 6 ആഴ്ച കഴിയും. നേരം എക്സ്റേ എടുത്തിട്ട് അസ്ഥി നന്നായി പിടിച്ചാലേ പ്ലാസ്റ്റർ എടുക്കൂ എന്ന് സാർ പറയുന്നത് കേൾക്കെ. അതുവരെ കാല് നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ പ്രായമായവർക്ക് പിള്ളേരെ പോലെയല്ല, അസ്ഥി ഊറി പിടിക്കാൻ സമയമെടുക്കും എന്ന് ശിവരാമേട്ടനും ഓർമ്മിപ്പിക്കുകയാ. സാർ ഇതിപ്പോ എന്നത്തേക്കാ ഡിസ്ചാർജ് എന്ന് സരസ്വതി ചോദിക്കെ. സാർ പരങ്ങളോടെ ഒന്നും മിണ്ടാതെ കിടക്കുമ്പോഴേക്കും ഡിസ്ചാർജ് ആയിട്ട് 2-3 ദിവസമായി. വീട്ടിൽ പോയാ സാറിനെ നോക്കാൻ ആരുമില്ലാത്തോണ്ട് ഇവിടെ നിൽക്കുന്നതായെന്ന് സ്റ്റുഡന്റും പറയുകയാണ്. ഇനി 6 ആഴ്ച കഴിയണ്ടേ സാർ പ്ലാസ്റ്റർ എടുക്കാൻ? അത്രയും ദിവസം ഇവിടെ ഇങ്ങനെ എന്ന് സരസ്വതി അമ്പരപ്പോടെ ചോദിക്കെ. സാറും ഒരു ചിരിയോടെ നോക്കാം, എന്തെങ്കിലും പോംവഴി കിട്ടും എന്ന് പറയുകയാ. എന്ത് പോംവഴി സാർ? നമുക്ക് മാധവത്തിലേക്ക് പോവാം എന്ന് കനി പറയേ. സാറും അമ്പരപ്പോടെ ഒന്നും മിണ്ടാതെ കിടക്കുകയാ. അതുകൾക്ക് ശിവരാമേട്ടനും അത് നേരാ, അവിടാവുമ്പോ ഇവരെല്ലാവരും ഉണ്ടാവുമല്ലോ, ഇടയ്ക്ക് ഞാനും വന്നോളാം എന്ന് പറയേ. അതൊന്നും ശരിയാവില്ലെന്ന് സാറും. അതെന്താ സാർ ശരിയാവാത്തെ? വെക്കേഷൻ കഴിയുന്നവരെ ഞാനുണ്ടാവും, പിന്നെ ചെറിയമ്മ സ്കൂളിൽ പോയാ വീണയുണ്ടാവും എന്ന് കനി പറയേ. അതൊക്കെ എല്ലാവർക്കും പാടാ എന്ന് സാറും. അണ്ട് സാറിന് പാടുപെടാൻ പറ്റത്തില്ലല്ലോ എന്ന് കനി ചോദിക്കേ. ശിവരാമേട്ടനും അവിടുന്ന് എഴുന്നേറ്റ് കൊണ്ട് സാർ ഇക്കാര്യത്തിൽ ഇനി ഒരു വർത്തമാനം വേണ്ട, മാധവത്തിൽ നിന്നാ മതി അല്ലേടി എന്ന് സരസ്വതിനോടായി ചോദിക്കുക. സരസ്വതിയും അത് സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളപ്പോ ഒപ്പം നിൽക്കാൻ കൂടിയല്ലേ സാർ ബന്ധങ്ങൾ. വീണു പോകുമ്പോ ആശ്രയമായി നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യരല്ലേ സാർ നമ്മുടെ ബന്ധുക്കൾ. സാറ് നമ്മളെയൊന്നും ചിന്തിച്ചതുമില്ല, ഞങ്ങളൊട്ട് നിർബന്ധിച്ചിട്ട് സാറൊട്ട് അംഗീകരിക്കുന്നുമില്ല. വിഷമമുണ്ട് സാർ എന്ന് സരസ്വതിയും. അയ്യോ അങ്ങനെയല്ല സരസ്വതി, മറ്റാർക്കും ഞാനൊരു ഭാരമായി പോകരുതെന്ന ചിന്ത ഉള്ളിൽ വല്ലാതെയുണ്ട്, അതാ ഈ പ്രതിരോധമെന്ന് സാറും. സാറ് ഞങ്ങൾക്ക് എന്ത് ഭാരമാവാനാ സാർ എന്ന് സരസ്വതി ചോദിക്കേ. അല്ല, അങ്ങനെ ഭാരമുണ്ടെങ്കിലും ഞങ്ങൾക്കത് ഡീല് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് കനിയും. സാറും ഒരു ചിരിയോടെ ഇങ്ങനെ ഉള്ളിൽ തട്ടും വിധം വിളിക്കുമ്പോ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മൾ പോകുന്നു അത്രയുള്ളൂ എന്ന് ശിവരാമേട്ടനും. കൂടെയുള്ള പയ്യനോട് എടാ കൊച്ചനെ സാറിന്റെ സാധനമൊക്കെ എടുത്തു വെച്ചെന്ന് ശിവരാമേട്ടൻ പറയേ. ഞാൻ പോയി ഡോക്ടറോട് ഡിസ്ചാർജിന്റെ കാര്യം സംസാരിച്ചിട്ട് വരാമെന്ന് കനിയും. ഞാനും വരാം കനിയെന്ന് കനിയോടായി പറഞ്ഞ് സാറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഉടനെ വരാമെന്ന് പറഞ്ഞ് ശിവരാമേട്ടൻ കനിയുടെ കൂടെ പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും സാറും സരസ്വതിയോടായി. ഇതാണ് സരസ്വതി ഇങ്ങനെ കരുത്തോടെ നിർത്തുന്ന ശക്തി. ഇവരുടെയൊക്കെ സ്നേഹം, ആ സ്നേഹമാണ് എന്നെ കരുതലോടെ ചേർത്ത് പിടിക്കാനായുന്നത്. ഈ വാക്കുകളൊക്കെ തന്നെ ധാരാളം. നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് നമ്മളോട് ആണയിട്ട് നമ്മെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യർ എന്നൊക്കെ സാറ് പറയുന്നത് കേൾക്കെ നമുക്കിടയിൽ ഒരു സത്യമുണ്ട് സാർ, അതുകൊണ്ടാ അറിയിക്കേണ്ടെന്ന് സാറ് വിചാരിച്ചിട്ടും അത് സാധിക്കാതെ പോയത്. സാറ് മുന്നേ പറഞ്ഞ നിയോഗങ്ങളിൽ ഞാനും ഇപ്പൊ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സരസ്വതിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൃഷ്ണചന്ദ്രൻ സാർ മാധവത്തിലെത്തുന്നതും നാട്ടിലെത്തിയ മേരിക്കുട്ടി ടീച്ചറും ജോണും കൃഷ്ണചന്ദ്രൻ സാറിനെ കാണാനായി മാധവത്തിലെത്തുന്നതും താൻ പറഞ്ഞ കാര്യത്തിന്റെ തീരുമാനം എന്തായെന്ന് കനി മേരിക്കുട്ടി ടീച്ചറോട് ചോദിക്കുന്നതും കനിക്ക് പ്രശ്നമില്ലെന്നും താൻ തയ്യാറാണെന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുന്നതും അത് കേട്ട് ജോണും വീണയുമെല്ലാം അസ്വസ്ഥരാവുന്നതുമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.